ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാൽ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചട്നി തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഒരു 3 എണ്ണം എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സൈസിലുള്ളതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് പരിപ്പ് കടല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള സാധാ ബോട്ടിലുള്ള പാലാണ് കേട്ടോ. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലയും വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു അരച്ചെടുത്തത് ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്